അനന്തൻ SITയുടെ മുമ്പിലേക്ക് വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം. നിലവിൽ 17ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലാണ് പ്രത്യേക സംഘം. എങ്ങനെയാകും ഇനി ഇതിനൊരു പ്രത്യേക വിഭാഗത്തെ തീരുമാനിക്കേണ്ടി വരുമോ, അതോ നിലവിലുള്ള സംഘം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ പരിശോധിച്ച് അതിൽ സാധ്യമായ നടപടികളിലേക്ക് പോകുമോ? ദിവിഷ്, സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന എന്ന് അവകാശപ്പെടുന്ന ഇടതുമുന്നണി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. 4 വർഷം മുമ്പ് കയ്യിൽ ലഭിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കാത്തത് സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി സർക്കാരിന് ഇതുവരെ തുടർന്ന നിസ്സംഗത ഇക്കാര്യത്തിൽ തുടരാൻ കഴിയില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലെ ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയത്. ആ ഭാഗങ്ങളിൽ പോലും ഗുരുതരമായ കാര്യങ്ങൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തലുകളായി ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്ത് ചർച്ച ചെയ്തപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ സ്ത്രീ ചൂഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ നടപടിയെടുക്കാതിരുന്നെന്നുള്ള ചോദ്യം ഉയർന്നത്. അതേ ചോദ്യം തന്നെയാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ SITക്ക് ഈ റിപ്പോർട്ട് കൈമാറണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശം അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇതുവരെ ആ റിപ്പോർട്ട് പോലീസിൻ്റെ സ്പെഷ്യൽ ടീമിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെ രഹസ്യ സ്വഭാവത്തോടെ സർക്കാർ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടിനി SITക്ക് കൈമാറണം എന്ന് കോടതി നിർദ്ദേശിക്കുമ്പോൾ ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നടപടികൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരാത്ത ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം പുതിയ വെളിപ്പെടുത്തലുകളുമായി വന്നിരുന്നു. അവരുടെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് ഈ സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചത്. അപ്പോൾ ആ സ്പെഷ്യൽ ടീമിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അത് എന്തൊക്കെ ചലനങ്ങളാണ് ഇനി ഉണ്ടാക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രവചിക്കാൻ പോലും കഴിയില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സംബന്ധിച്ച് ഒരുപാട് സ്ത്രീകളുടെ, കലാകാരികളുടെ, പ്രധാനപ്പെട്ട നടിമാരടക്കമുള്ള താരങ്ങളുടെ മൊഴികളുണ്ട്. ആ മൊഴികളിലൊക്കെ നടപടികളിലേക്ക് SITക്ക് പോകേണ്ടി വരും. അപ്പോൾ ഗൗരവമായ ഒരു നിയമ നടപടികളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിയൊരുക്കുന്നു എന്ന് വേണം കോടതിയുടെ ഈ ഇടപെടലോടെ മനസ്സിലാക്കാൻ. ഏതായാലും 4 വർഷം സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാതിരുന്നത് ഗുരുതരമായ ലംഘനം തന്നെയെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പൊതുസമൂഹത്തിനോട് സർക്കാരിനും ഇനി മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും ചില പരാമർശങ്ങൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് സർക്കാരിന് ഒഴിയാൻ കഴിയില്ല. സർക്കാർ ആ പറയുന്ന പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശകൾ മാത്രമാണ്. അതല്ലാതെ സ്ത്രീകളുടെ മൊഴികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അനുബന്ധമായുണ്ട്. ആ മൊഴികൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുറ്റകൃത്യം നേരിട്ടു, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ ഒരു കുറ്റകൃത്യം ഉണ്ടായി എന്ന് ആ റിപ്പോർട്ടിൽ പച്ചയായ മൊഴി ഉള്ളപ്പോൾ അത് സാധാരണ നമ്മുടെ നിയമം അനുസരിച്ച് ആ നിമിഷം FIR ഇട്ട് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ 4 വർഷം അത്തരമൊരു നടപടിയിലേക്ക് പോകാതിരുന്ന സർക്കാർ നടപടിയാണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി ആ സ്വഭാവത്തിൽ പറ്റില്ല. സർക്കാർ SITക്ക് ഈ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമ നടപടികളിലേക്ക്, കാരണം പോലീസിനെ അടക്കം ഇപ്പോൾ കോടതി വിമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി, ഒരു നിരീക്ഷണം കൂടി വന്ന സ്ഥിതിക്ക് ഇനി SITക്ക് ആ റിപ്പോർട്ട് കൈമാറുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുടെ പേരിലുള്ള മൊഴികളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമ്പോൾ ഇതുവരെ ഉടയാത്ത ഏതൊക്കെ വിഗ്രഹങ്ങളാണ് ഉടയാൻ പോകുന്നതെന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വിലങ്ങിടണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി കോടതിക്ക് മുൻപാകെ വന്നിരുന്നു. പക്ഷേ അതിന് കോടതി വഴങ്ങിയിട്ടില്ല. കോടതി പറഞ്ഞത് മാധ്യമങ്ങൾ ആ വാർത്ത നൽകുന്നത് തടയാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ ഒരു കാര്യം, SIT അംഗങ്ങൾ, ആ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തരുത്, ഈ കേസിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. പക്ഷേ നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ നൽകുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കരുത് എന്നൊരു നിർദ്ദേശവും തീർച്ചയായും